നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയമരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ പ്രസാദം. ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ ഇന്ന് പറയുന്നത് നൃയജ്ഞത്തെക്കുറിച്ചാണ്. മനുഷ്യയജ്ഞം, അതിഥിയജ്ഞം എന്നീ പേരുകളിലും ഈ യജ്ഞം അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഒറ്റപ്പെട്ട ദ്വീപുകളല്ല, പരസ്പരം സ്നേഹിച്ചും സേവിച്ചും കഴിയേണ്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് നൃയജ്ഞം അഥവാ മനുഷ്യയജ്ഞം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. പരസ്പര സ്നേഹത്തിൻ്റെ ഉറവകൾ വറ്റി വരളുന്ന ഈ കാലത്ത് മനുഷ്യയജ്ഞം ഓരോരുത്തരും മറക്കാതെ അനുഷ്ഠിക്കേണ്ടതാണ്. മനുഷ്യപൂജ തന്നെയാണ് അതിഥി പൂജ. അതിഥി ദേവോ ഭവ എന്നാണ് നമ്മുടെ വൈദിക പ്രമാണം. യാദൃശ്ചയ ഗൃഹത്തിൽ വരുന്നവർ അവരുടെ പേരോ കുലമോ നോക്കാതെ അവരെയാണ് അതിഥി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിഥി നിരാശനായി മടങ്ങിയാൽ അത് ഗൃഹനാഥൻ്റെ പുണ്യത്തെ ബാധിക്കും എന്നാണ് വിശ്വാസം. സ്നേഹപൂർവ്വം നല്ല വാക്കുകളാൽ അതിഥിയെ സ്വീകരിച്ച് അവർക്ക് ആഹാരവും വിശ്രമിക്കാനൊരിടവും കൊടുക്കുന്നതാണ് മനുഷ്യയജ്ഞം. മഹാഭാരതത്തിൽ കീരിയുടെ കഥ അതിഥിയെ സ്വീകരിക്കുന്നതിൻ്റെ മഹത്തായ സന്ദേശം നൽകുന്നുണ്ട്. തനിക്കും കുടുംബത്തിനും കഴിക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന ധാന്യമാവ് അതിഥിക്ക് നൽകി കുടുംബാംഗങ്ങൾ പട്ടിണി കിടന്നു. ആ കുടുംബം അതിഥിയെ പൂജിച്ചതിൻ്റെ പുണ്യം പോലും ധർമ്മപുത്രൻ നടത്തിയ യാഗത്തിന് ഇല്ല എന്ന് കീരി പറഞ്ഞ കഥ പ്രസിദ്ധമാണ്. യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് അതിഥി പൂജ എന്ന് വ്യക്തമാക്കുകയാണ് ഈ കഥ. ഏത് തരത്തിലുള്ള പരോപകാരവും മനുഷ്യപൂജയായി കരുതണം. ഇന്നത്തെ കാലത്ത് അന്നദാനവും അവയവദാനവും മനുഷ്യയജ്ഞത്തിൽ പെടുത്താം. തനിയെ ഭക്ഷിക്കുന്നവൻ പാപത്തെ തന്നെ ഭക്ഷിക്കുന്നു എന്ന് ഋഗ്വേദത്തിൽ പറയുന്നു. സത്യവും ധർമ്മവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് വീട്ടിൽ വരുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കരുത്. കള്ളന്മാരെയും അസാൻമാർഗികളെയും അതിഥിയായി കാണുകയും അരുത്. അത് അപകടം വരുത്തിവെക്കും. ധർമ്മപ്രചാരണത്തിനും സത്കർമ്മങ്ങളിലും താല്പര്യമുള്ളവരെയെങ്കിലും അതിഥികളായി സത്കരിക്കാൻ ഗൃഹസ്ഥാശ്രമികൾ ശ്രമിക്കണം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാൽ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ. വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാദപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്തഭൂപാലരെയും പിരിഞ്ഞ തിരോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതിസുതൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതൻ അറികടോ. ഇനി സ്വാമി ചിദാനന്ദപുരിയുടെ രാമായണ വ്യാഖ്യാനമായ രാമായണ ദർശനം. ശ്രീരാമന്റെ ഉപദേശങ്ങളാൽ സംശയങ്ങൾ അകന്ന ലക്ഷ്മണൻ വനവാസത്തിന് ഒപ്പം കൂടാൻ ശ്രീരാമനോട് അനുമതി ചോദിക്കുന്ന സന്ദർഭത്തെയാണ് ഇന്നത്തെ രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം
ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അമ്മയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചു ശ്രീരാമൻ. സകല ദേവന്മാരോടും വനവാസകാലത്ത് ശ്രീരാമനെ രക്ഷിക്കാൻ വേണ്ടി കൗസല്യ പ്രാർത്ഥിച്ചു. ആ സമയത്ത് തത്ക്ഷണേ രാഘവം നത്വാ സഗദ്ഗദം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോം. ത്വത്പാദസേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ മോദാൽ അതിനായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്ര ദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായികിൽ ഇണങ്കതുല്യ വദന രഘുപതേ. സമയത്ത് ലക്ഷ്മണൻ ശ്രീരാമനെ നമസ്കരിക്കുകയാണ്. ഗദ്ഗദത്തോടുകൂടി നമസ്കരിച്ച് ലക്ഷ്മണൻ പറഞ്ഞു, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സംശയം അങ്ങയുടെ ഉപദേശം കേട്ടതോടുകൂടി ഇല്ലാതായിരിക്കുന്നു എന്ന്. ഇവിടെ പാരമാർത്ഥികമായി ആത്മൈകത്വം, വിദ്യാഭേദം, വിജ്ഞാനിയുടെ ആനന്ദസ്ഥിതി, അതിലേക്കുള്ള സാധനാമാർഗം, ഇതെല്ലാമാണ് ശ്രീരാമൻ ഉപദേശിച്ചത്. എന്നാൽ ആ ഉപദേശത്തിൽ വ്യാവഹാരിക തലത്തിൽ എങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കണമെന്നും ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഭവങ്ങളെ പ്രാരബ്ധപതിതമായിരിക്കുന്നവയെ എങ്ങനെ നിരീക്ഷിക്കണമെന്നുമെല്ലാം പറഞ്ഞു. അതോടൊപ്പം പ്രത്യേകമായി ലക്ഷ്മണനെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ക്രോധമാണ്. എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം ക്രോധമാണ്. അതുകൊണ്ട് വിവേകികൾ ക്രോധത്തെ ഒഴിവാക്കണം എന്നുള്ളതാണ് ആവർത്തിച്ചത്. ഈ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ടാണ് ലക്ഷ്മണൻ പറയുന്നത്, എൻ്റെ സന്ദേഹം ഒഴിഞ്ഞിരിക്കുന്നു. ഒന്ന് പാരമാർത്ഥികമായ തത്വത്തെ സംബന്ധിച്ചുള്ള തൻ്റെ സന്ദേഹം ഒഴിഞ്ഞു. അതിലുപരിയായി ബാഹ്യമായി ലക്ഷ്മണൻ വർദ്ധിതമായ വൈകാരിക ഭാവത്തോടു കൂടി സ്ത്രീജിതനും ഉന്മത്തനുമായ രാജാവിനെ ബന്ധിച്ച് യുവരാജാവായ രാമൻ രാജ്യസംരക്ഷണം ചെയ്യണമെന്നാണ് ആഹ്വാനം ചെയ്തിരുന്നത്. എന്നാൽ അത് പറയുന്ന സമയത്ത് ഒരു ഭാഗത്ത് രാമനോടുള്ള അത്യന്തമായ പ്രേമം, ആദരവ്, അതേ സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ധർമ്മശാസ്ത്രത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ നിർണയമില്ലായ്മ. നിശ്ചയമായും ഇത് ലക്ഷ്മണനെ അലട്ടിയിരിക്കണം. അതുകൊണ്ട് തന്നെ കർത്തവ്യത്തെ സംബന്ധിച്ച് തന്നുള്ളിൽ സംശയം ശേഷിച്ചിരുന്നു. അതിവിടെ അംഗീകരിക്കുകയാണ് ലക്ഷ്മണൻ. ആ സംശയം രാമൻ്റെ ഉപദേശം കേട്ടതോടുകൂടി തീരെ നീങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് രാമൻ വനവാസത്തിന് തയ്യാറാകുന്നത്? ധർമ്മശാസ്ത്രങ്ങൾക്കനുസരിച്ച് അച്ഛനെ ബന്ധിച്ച് രാജപദവി ഏറ്റെടുക്കാൻ അധികാരമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് രാമൻ വനവാസത്തിന് തയ്യാറാവുന്നു എന്നുള്ള ചോദ്യം ലക്ഷ്മണൻ്റെ ഉള്ളിൽ അലട്ടിയിരുന്നു. ആ സംശയത്തിനും ഇതാ മറുപടിയായി കഴിഞ്ഞു. രാമൻ്റെ ഉപദേശം കേട്ടിട്ട് നിൻ്റെ പാദസേവ ചെയ്യുന്നതിനായിക്കൊണ്ട് ഞാനും കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. സന്തോഷത്തോടു കൂടി
അതിന് അനുവാദം തരണമേ. ഹേ രാമചന്ദ്ര, ഹേ ദയാനിധേ, ഹേ സീതാപതേ. അങ്ങനെ വനയാത്രയിൽ പിന്തുടരാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും ഞാൻ ആത്മഹത്യ ചെയ്യും. ലക്ഷ്മണൻ പറയുന്ന ഭാഗം. അതുകൊണ്ട് എന്നെ സമ്മതിക്കണം. വനവാസത്തിന് എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ്. ഇപ്രകാരം ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ, എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു. ലക്ഷ്മണനെ അനുയാത്രയ്ക്ക് അനുവദിക്കുകയാണ്. ലക്ഷ്മണൻ്റെ സമർപ്പണ ഭാവവും ത്യാഗവും സ്നേഹവും എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥനയെ ശ്രീരാമൻ അംഗീകരിച്ചു, അനുവദിച്ചു. കൂടെ വന്നോളൂ എന്ന് അനുവദിച്ചു. അനന്തരം സീതയോട് വനയാത്രയെക്കുറിച്ച് പറയാൻ പോവുകയാണ്. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം പൂക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാൽ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. സീതയുടെ അരികിലേക്ക് യാത്ര ചോദിക്കാൻ പോവുകയാണ്. അങ്ങനെ സീതാഗൃഹത്തെ പ്രാപിച്ചു. വന്നു ചേർന്ന ഭർത്താവിനെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് സ്വർണപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വളരെ താത്പര്യത്തോടു കൂടി രാമപാദങ്ങളെ കഴുകിച്ച് സീത സ്വീകരിച്ചു. മന്ദമായി സീത രാമനോട് ചോദിച്ചു, ഇതെന്ത് അകമ്പടിയില്ലാതെ അങ്ങ് വരുന്നത്? വളരെ വികാരനിർഭരവും സുദീർഘവുമായ ഒരു ഭാഗമാണ് ഇത് വാൽമീകീയ രാമായണത്തിൽ. വളരെ ചുരുക്കിയിട്ടാണ് അധ്യാത്മരാമായണത്തിൽ എഴുതിയിട്ടുള്ളത്. ഏതായാലും തൻ്റെ ഭർത്താവിനെ സ്വീകരിച്ച് സീത ചോദിക്കുകയാണ്, ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതും എന്തു കൃപാനിധേ. സീത പ്രതീക്ഷിക്കുന്നത് രാജാഭിഷേകത്തിന് തയ്യാറായ രാമൻ്റെ വരവാണ്. അങ്ങനെയാവുമ്പോൾ അകമ്പടിക്കാർ വേണം, മറ്റെല്ലാ ഉപചാരങ്ങളും വേണം. അതൊന്നുമില്ലാതെ എന്തുകൊണ്ടാണ് ഹേ കൃപാനിധേ അങ്ങ് വന്നത്? പാദചാരേണ നടന്നെന്തുകൊണ്ട് വന്നു? തുടർന്ന് സീതയുടെ ചോദ്യവും രാമൻ്റെ അതിനുള്ള മറുപടിയുമാണ് നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ സുഖസ്വപ്നത്തിലായിരുന്നു സീത. പക്ഷെ അകമ്പടി ഒന്നുമില്ലാതെ നടന്നെത്തിയ ശ്രീരാമനെ കണ്ട് സീത അത്യന്ത ഉത്കണ്ഠയായി. തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മം. സത്യദർശനങ്ങൾ കഥകളിലൂടെ വെളിപ്പെടുത്തുന്നതാണ് പുരാണങ്ങളും മറ്റും. അതിനെക്കുറിച്ച് സനാതനധർമ്മത്തിൽ സ്വാമി അനഘാമൃതാനന്ദപുരി സംസാരിക്കുന്നു. ഓമർദേശ്വരി നമഃ. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട വായനയിൽ ധാരാളം കഥകൾ നാം കേട്ടിട്ടുണ്ടാകും. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമായി അനേകം കഥകളും ഉപകഥകളുമുണ്ട്. ഇത് വായിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ പൂർവികർ ഉദ്ദേശിച്ചത് എന്തെന്നാൽ, അല്പം ചവർപ്പുള്ള മരുന്ന് കൊച്ചുകുട്ടിക്ക് കൊടുക്കാനായി അമ്മമാരൊരു സൂത്രം ചെയ്യും. അതിൻ്റെ കൂടെ അല്പം മധുരം കൂടി ചേർക്കും. അല്ലെങ്കിൽ കുട്ടിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അമ്മയ്ക്കറിയാം. കുട്ടി കഴിച്ചില്ലെങ്കിൽ അസുഖം മാറുകയുമില്ല. അതുപോലെ ഗഹനങ്ങളായ ആധ്യാത്മിക തത്വങ്ങളെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്തരം കഥകൾ. പുരാണ ഉപനിഷത്ത് കഥകളിൽ തത്വങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു കഥ നമുക്ക് നോക്കാം. ധ്രുവ രാജകുമാരൻ്റെ കഥ നാം കേട്ടിട്ടുണ്ട്. ഉത്താനപാദൻ എന്ന രാജാവിന്
രണ്ട് ഭാര്യമാർ, സുരുചിയും സുനീതിയും. ഈ പേരുകൾ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. സുരുചി സുന്ദരിയാണ്, സുനീതി അത്ര സുന്ദരിയല്ല. സുരുചിയുടെ മകൻ ഉത്തമൻ, സുനീതിയുടെ ധ്രുവൻ. ധ്രുവൻ ഒരിക്കൽ വളരെ ആഗ്രഹത്തോടെ തൻ്റെ അച്ഛനായ ഉത്താനപാത രാജാവിൻ്റെ മടിയിൽ കയറിയിരുന്നു. പക്ഷേ സുരുചിക്ക് ഇഷ്ടമായില്ല. ദേഷ്യപ്പെട്ട് ഇറക്കി വിട്ടു. വളരെയധികം ദുഃഖിതനായ ധ്രുവൻ അമ്മയുടെ അടുത്ത് പോയി കരഞ്ഞു. അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള ആഗ്രഹം സാധിക്കാൻ മാർഗം ചോദിച്ചു. ഈശ്വരപ്രസാദം നേടണമെന്ന അമ്മയുടെ ഉപദേശം കിട്ടിയ ധ്രുവൻ പിന്നെ ആ മാർഗത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അങ്ങനെ നാരദ മഹർഷിയെ കാണുകയും മഹർഷി മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കാൻ തപസ് ചെയ്യാനുള്ള ഉപദേശം നൽകുകയും ചെയ്തു. ധ്രുവൻ മഹാവിഷ്ണുവിനെ ഭജിച്ചു. അങ്ങനെ ശക്തനായി, കീർത്തിമാനായി, ഒടുവിൽ ഒരു നക്ഷത്രം തന്നെയായി തീർന്നു എന്നാണ് കഥ. ഈ കഥ ഇന്നത്തെ സാഹചര്യത്തിലെ സിനിമാ കഥകളുമായി ഒന്ന് താരതമ്യം ചെയ്താൽ, ഇന്നാണെങ്കിൽ ധ്രുവരാജകുമാരൻ ശക്തനായി വന്ന് സുരുചിയോട് പ്രതികാരം ചെയ്യുന്നതായിരിക്കും കാണിക്കുക. ഇവിടെ നോക്കണം, ധ്രുവൻ മടങ്ങി വന്ന് പ്രതികാരം ചെയ്യുന്നില്ല സിനിമയിലെ പോലെ. അതാണ് പുരാണ കഥകളുടെ മഹത്വം. ഉപദേശരൂപേണ തത്വം സൂചിപ്പിച്ച് നമ്മളെ ഈശ്വരാനുഗ്രഹം നേടാനുള്ള വഴി പറയുന്നതാണ്. ധ്രുവൻ എന്നാൽ ഇളക്കമില്ലാത്തവൻ എന്നാണ് അർത്ഥം. സുഖദുഃഖങ്ങളെ സമഭാവത്തിൽ കാണുന്നതാണ് ധ്രുവൻ. ഇത് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമാണ്. ഇതുപോലെ സ്ഥിതപ്രജ്ഞത നേടിയവർക്ക് ഭൂമിയിൽ മറ്റൊന്നും തന്നെ നേടാനില്ല. അതാണ് അവർ ആകാശത്തിൽ നക്ഷത്രമായി വിരാജിക്കുന്നത്. ഇവിടെ രാജാവിന് 2 ഭാര്യമാർ എന്ന് സൂചിപ്പിക്കുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന 2 ഗുണങ്ങൾ എന്നർത്ഥം. വിജയപ്രദമായ കാര്യങ്ങളാണ് സുരുചിയെ സൂചിപ്പിക്കുന്നത്. കാരണം സുരുചി സുന്ദരിയാണ്, നമുക്ക് അതിനോടാണ് ഇഷ്ടം, നാം അതിന് അടിമയാകുന്നു. അതിനെയാണ് ഉത്താനപാദൻ്റെ മമതയായി കാണിക്കുന്നത്. ധ്രുവനെ ഇറക്കിവിട്ട സമയത്ത് ഉത്താനപാദ രാജാവ് ഒന്നും പറഞ്ഞില്ല. മമതയായിരുന്നു കാരണം. കണ്ണിന് ഇഷ്ടപ്പെട്ടത് കാണണം, കാതിന് ഇഷ്ടപ്പെട്ടത് കേൾക്കണം, നാവിന് രുചികരമായത് കഴിക്കണം. അങ്ങനെയാണല്ലോ നമുക്ക് എല്ലാവർക്കും. സുരുചിയോടാണ് താല്പര്യം. സുനീതി അത്ര സുന്ദരിയല്ല. നീതിപ്രദമായ കാര്യങ്ങൾക്ക് മാത്രം സുനീതി കൂട്ടുനിൽക്കുന്നു. നിയമങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കും. വീട്ടിൽ ഭാര്യ സുനീതിയാണെങ്കിൽ ഭർത്താവ് അമിതമായി ചിലവഴിക്കാൻ സമ്മതിക്കില്ല. വഴിവിട്ട മാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ അനുവദിക്കില്ല. ഉള്ളതുകൊണ്ട് കഴിയാൻ ശ്രമിക്കും. ന്യായമായത് മാത്രം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഭർത്താവിനും കുടുംബത്തിനും ഹിതകരമായത് മാത്രം സ്വീകരിക്കും. ഇനി ഭാര്യ സുരുചിയാണെങ്കിലോ വരവിൽ കൂടുതൽ ചെലവഴിക്കും. ഇടയ്ക്കിടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങാൻ ഭർത്താവിനോട് ആവശ്യപ്പെടും. ഒരു കല്യാണത്തിന് ധരിച്ച സാരി മറ്റൊരു കല്യാണത്തിന് ധരിക്കില്ല. അതെല്ലാവരും കണ്ടല്ലോ, ഇനി പുതിയത് വേണമെന്ന് പറയും. വീട്ടിൽ പാഴ്ചിലവുകൾ വർദ്ധിക്കും. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ ഭർത്താവ് കൈക്കൂലി വാങ്ങാൻ വരെ നിർബന്ധിതനായേക്കും. ഇതിൽ എങ്ങനെയുള്ള ഭാര്യയാണ് യോജിച്ചത്? സുരുചിയോ സുനീചിയോ? ഏത് തിരഞ്ഞെടുക്കും? കഥയിൽ അച്ഛൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന ധ്രുവന് വലിയ ദുഃഖമുണ്ടായി. അപ്പോഴാണല്ലോ നമ്മൾ ഈശ്വരനെ ഓർക്കുക. ഈ തക്ക സമയത്ത് വേണ്ട ഉപദേശം കിട്ടിയാൽ ഒരാൾക്ക് ആധ്യാത്മികമായി ഉയർച്ച ഉണ്ടാകും. അതാണ് ധ്രുവന് കിട്ടിയത്. പക്ഷേ ഇത്തരം ഉപദേശം സദ്ഗുരുക്കന്മാർ മാത്രമേ തരികയുള്ളൂ. അതാണ് നാരദ മഹർഷി ചെയ്തതും. ഒരു സാധാരണക്കാരനോടാണ് ഇത്തരം സന്ദർഭം പറഞ്ഞിരുന്നതെങ്കിൽ അയാൾ ഉപദേശിക്കുക അച്ഛനുമായി വഴക്കുണ്ടാക്കി അത് നേടാനായിരിക്കും. ഒരു പുരാണ കഥയിലും അത്തരം പ്രോത്സാഹനമില്ല. ഉപദേശവും ശരിയായ സ്ഥലത്തു നിന്ന് തന്നെ വരണം. ദുഃഖം വന്ന ധ്രുവന് ശരിയായ ഉപദേശം കിട്ടി. മഹാവിഷ്ണു അവനെ ധ്രുവാവസ്ഥയിലേക്ക് ഉയർത്തി. സുനീതിയുടെ പുത്രനല്ലേ, അർഹതയുള്ളവനായിരിക്കും. സമൂഹത്തിലും നീതിമാന്മാർക്ക് വലിയ സ്ഥാനമുണ്ട്. സുഖദുഃഖങ്ങൾ എപ്പോഴും ആപേക്ഷികമാണ്. അത് ഒന്നിൽ തന്നെ നിൽക്കുന്നതല്ല, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ശാശ്വത സുഖമെന്നത് ആത്മജ്ഞാനമാണെന്ന് കഥ പറയുന്നു. ധ്രുവൻ്റെ കണ്ണിൽ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായില്ല, പ്രതികാരഭാവമില്ലായിരുന്നു. അപ്പോൾ ഒരു കുടുംബകഥയിലൂടെ കാണിച്ചു തരുന്ന ജീവിത സന്ദേശം എന്തെന്നാൽ, ഉയരാൻ ആഗ്രഹിക്കുന്ന ഏതു വ്യക്തിയും അവൻ്റെ ജീവിതത്തിലെ സുരുചിയെയും സുനീതിയെയും തിരിച്ചറിയണം. ഈ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളതാണ്. നമ്മുടെ വീട്ടിലും അയൽപ്പക്കത്തും ബന്ധുവീട്ടിലുമൊക്കെ ഉണ്ട്. പക്ഷേ നാം തിരിച്ചറിയുന്നില്ല. രുചിയേക്കാൾ വലുത് ഗുണവും നീതിയുമാണ്. അതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന പാഠം നമുക്കും സ്വീകരിക്കാം. ഓം നമഃ ശിവായ. സന്ധ്യാദീപം തുടർന്ന് ദീപാരാധന.
ശ്രീ പരമേശ്വരൻ്റെ വിശേഷങ്ങൾ പറയുന്ന ശിവപുരാണത്തിൽ 24,000 ശ്ലോകങ്ങളുണ്ട്. വിദ്വേശ്വര സംഹിത, രുദ്രസംഹിത, ശതരുദ്ര സംഹിത, കോടിരുദ്ര സംഹിത, ഉമാസംഹിത, കൈലാസ സംഹിത, വായവീയ സംഹിത എന്നിങ്ങനെ 7 സംഹിതകൾ ശിവപുരാണത്തിലുണ്ട്. ആരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം. നമസ്കാരം.